മക്കളെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 12 പോവാണ്. അപ്പോൾ എവിടുന്ന് വന്നെന്ന് അറിയണ്ടേ? യെസ്, ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് വേർഡ്സ് വിച്ച് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദി ലെറ്റേഴ്സ്. ഇത്രയും വായിച്ചത് തന്നെ മനസ്സിലായില്ല എവിടുന്ന് വന്നത്? പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ദി നമ്പർ ഓഫ് വേർഡ്സ് വിച്ച് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദി ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ. ഡോട്ടർ ഡോട്ടർ ഡോട്ടർ. യെസ് 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 യെസ്. So that all the vowels never come together. Vowels ഒരിക്കലും അടുത്തടുത്ത് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബേസിക്കലി സംതിങ് നോട്ട് കമ്മിങ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട് കം ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഒരുമിച്ച് വരുന്നത് കണ്ടുപിടിച്ചിട്ട് ഇത് മൈനസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് എ സിമ്പിൾ വേ. അങ്ങനെ ചെയ്യാം. പല മെത്തേഡ് ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഡോട്ടർ എന്നുള്ള വേർഡ് എടുക്കുകയാണ്. അപ്പം ഏതൊക്കെയാണ് ലെറ്റേഴ്സ് നോക്കണം? ഡി, എ, പിന്നെയുള്ളത് യു, ജി, എച്ച്, ടി, ഇ, ആർ. മൊത്തം 8 ലെറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ വവ്വൽസ് ഒരുമിച്ച് വരാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ വവ്വൽസിനെ മാത്രം ഒന്ന് കളർ ചെയ്യാം. എ ഉണ്ട്, യു വവ്വലാണ്, ഇയും വവ്വലാണ്. ഐ ഇതിലില്ല. എ, ഇ, ഐ, ഒ, യുല് ഐ ഇതിലില്ല, ഒ യു ഇല്ല. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഇതിലില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് ആദ്യം എഴുതാണ് കേട്ടോ. ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി, ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മെനി ഫാക്ടോറിയൽസ് ആണ്, അല്ലേ? സോ 8 ഫാക്ടോറിയൽ ആണ്. 8 ഫാക്ടോറിയൽ എത്രയാണെന്ന് നിങ്ങൾ എഴുതാൻ പോകണ്ട, അത് അവിടെ കിട്ടെ. ഒരിക്കലും ഇങ്ങനെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോകണ്ട. കാരണം ഇത് കണ്ടുപിടിക്കാൻ വേറെ വല്ല വഴികളുണ്ടോ? നമ്മൾ അവസാനം ചെയ്താൽ മതി സിംപ്ലിഫിക്കേഷൻ. ഇനി ഓൾ ദി വേർഡ്സ്, അല്ലേ, ഓൾ ദി അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് വവൽസ് ആർ ഒക്കർ ടുഗദർ ആണ്. വവൽസ് ഒക്കർ ടുഗദർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വവൽസ് ഒരുമിച്ച് വരുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണ്. എടാ, അപ്പൊ ഞാനേ ഇവിടെയുള്ള വവൽസിന് ഏതൊക്കെയാണ് വവൽസ് ഇവിടെ ഉള്ളത്? എ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട്. ഈ വവൽസിനെ ഞാനൊരു പാക്ക് ആക്കി വെച്ചു, ഒരു ബണ്ടിലാക്കി വെച്ചു. ബാക്കിയുള്ള 1, 2, 3, 4, 5 സ്പേസ് ഇട്ടു. എടാ, ഇവിടെ 5 ഡിഫറെന്റ് സ്ലോട്ടുകൾ ഉണ്ട്. ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന എ യു ഇനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതൊരു യൂണിറ്റ്, ബാക്കി 5 ഡിഫറെന്റ് യൂണിറ്റ്, അങ്ങനെ 5 1 6 യൂണിറ്റ് ആയി. ഈ 6 യൂണിറ്റിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ആണ്. ഇൻറ്റു, അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എ യു ഇനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്യാം, ലൈക്ക് യു എ ഇ, അല്ലേ? അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇതാണ് വവൽസ് ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻ. സോ വാട്ട് ഈസ് ദ റിക്വയർഡ് ആൻസർ? റിക്വയർഡ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all the vowels, all the arrangements minus, all the arrangements means 8 factorial minus 6 factorial into 3 factorial ആണ്. ഇതിൽ നമുക്കൊരു 6 factorial കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ 8 into 7 എന്ന് എഴുതാം, അല്ലേ? മൈനസ് 3 factorial 6 ആണ്. അപ്പോൾ 6 factorial നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 6 factorial is 720 ആണല്ലോ. യെസ്, 720 into 8 into 7 എത്രയാടാ? 56 മൈനസ് 6, അല്ലേ? ഓക്കെ, ആൻസർ എത്ര കിട്ടും? 15 കിട്ടും. സോ ഇഫ് യു മൾട്ടിപ്ലൈ ദിസ് യു വിൽ ഗെറ്റ് ദ ആൻസർ. 00 ഉണ്ടാവും, പിന്നെ എന്ത് കിട്ടും? ഒന്നും കൂടി 0 ഉണ്ടാവും, അല്ലേ? യെസ്, എത്ര കിട്ടുന്നുണ്ട് വെച്ചാൽ 50 അല്ലേ വരിക? യെസ്, 36 വരും, അല്ലേ? യെസ്, 36,000 ഈസ് ദി ആൻസർ, റൈറ്റ്? സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് ചോദിച്ചാൽ ഇറ്റ്സ് obviously an average or below average type question. ഓക്കെ, അങ്ങനെ ഇവിടെ ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ടോട്ടൽ അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ചു, അതിൽ നിന്ന് വവൽസ് ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെന്റ്സ് വവൽസ് ഒരുമിച്ച് വരുന്നത് മാത്രം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതിലൊക്കെ വവൽസ് ഇല്ലാത്തതായിരിക്കും, അല്ലേ? അതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ടോട്ടൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഡയറക്ട്ലി യു ക്യാൻ റൈറ്റ് n ഫാക്ടോറിയൽ ഫോം. And then all the vowels or all the things, something is coming together means you have to put in a box and consider it as one unit, and the remaining are different units, and the rest are different units. That different units and this one unit can be taken as together. Appo total etra unitanu nokka, that factorial into you arrange those things which are in the box. Adine kuda arrange cheyanam. So that many factorial you have to multiply with that. So you'll get the arrangement of these things are coming together. And if you find the difference, you will get what? എന്ത് കിട്ടുക? നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് vowels never occur together ആയിരിക്കും കിട്ടുക. ഓക്കെ, ക്ലിയർ?